പരസ്യമായൊരു പ്രസ്താവന ഇല്ലാതെ അവരുടെ അകത്ത് തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. പക്ഷെ ചെയ്തത് ശരിയായില്ല. കാരണം ഒരു ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു വിദ്യാഭ്യാസ നയത്തിനുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഘടകകക്ഷികളുമായിട്ട് CPI മാത്രമല്ല ഘടകകക്ഷികളുമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ആ ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെ വേണ്ടതായിരുന്നു എന്ന് ആ തെറ്റ് സ്വയം ഏറ്റെടുത്ത് മിസ് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഏത്തേണ്ട കാര്യം ഇപ്പോൾ ഇല്ലായിരുന്നു. കുറച്ചുകൂടെ സൂക്ഷ്മത അതിനകത്ത് പാലിച്ചിരുന്നുവെങ്കിൽ എതിരാളികൾക്ക് ഇങ്ങനെ ഒരു വടി കൊടുത്ത് അടിമേടിക്കാനുള്ള അവസരം ഇല്ലാതാക്കാമായിരുന്നു. അവർക്ക് കിട്ടിയ അവസരം മുതലെടുത്തു എന്നുള്ളതാണ് നേരെ. നിലപാട് ശരിയായതുകൊണ്ടല്ല. നിലപാട് അല്ല, ശരിയാണോ തെറ്റോ എന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചിരിക്കുകയല്ലേ. കമ്മിറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. പക്ഷേ ഇച്ചിരി കടന്നുപോയി ശത്രുക്കൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തിന് കോട്ടം തട്ടാവുന്ന രീതിയിലും അതിന് ക്ഷീണം വരാവുന്ന രീതിയിലും മറ്റ് ശത്രുക്കൾക്ക് മുതലെടുക്കാവുന്ന രീതിയിൽ അതിനെ ഒരുപാട് വ്യാഖ്യാനിച്ച് കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. ഒരു പരസ്യ പ്രസ്താവന എടുത്തത് അവരുടെ വേദികളിൽ അവരുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അവരെല്ലാം തന്നെ വളരെ ഇതിൻ്റെ പ്രതിഷേധം പരസ്യമായിട്ടല്ല പറയേണ്ടത്. അവരുടെ വേദിയുണ്ട്. LDFിൻ്റെ യോഗത്തിൽ പറയാം, അതുകൊണ്ട് അവരുടെ മന്ത്രിസഭാ യോഗം കൊണ്ടുപോയി പറയാം. പരസ്യമായി ഒരുപാട് വിവാദങ്ങൾ ശക്തമായി പറഞ്ഞപ്പോൾ അത് ക്ഷീണം വരുന്നത് മൊത്തം LDF ഭരണത്തെയാണ്. കോടാനുകോടി രൂപ ഇവിടെ കിട്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നയരൂപീകരണം വേണമെന്ന് പറയുമ്പോൾ ചില അടവ് നയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്ക്. അതിൻ്റെ ആദർശത്തെ മാത്രം മുറുകെ പിടിച്ചു നിന്നാൽ നമ്മൾ ആദർശം ജയിക്കുമായിരിക്കും, രാജ്യം തോക്കും. അത് തോക്കാതിരിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേരെ ഇപ്പോൾ കാട്ടിക്കയറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ചർച്ച വേണ്ട. നാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ സുതാര്യമായ ചർച്ച ഇതെന്താണ് ഏതാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര അറിയില്ല. ഇങ്ങനെ ചില ഇംഗ്ലീഷിൻ്റെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ജനങ്ങളിൽ വരുത്തിക്കൊണ്ടുള്ള ചർച്ചയും സംവാദവും നടത്തിക്കൊണ്ട് അത് സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ.